perfect snowball. മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണം, സ്നോയിൽ കിടന്ന് ഉരുളണം, സ്നോ വാരി എറിയണം, ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്ലേസസിലും പ്ലാറ്റ്ഫോംസിലും ഡിസ്കഷൻസിലൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഫോർച്യൂൺ അങ്ങനെ എൻക്വയറീസ് ഫോർച്യൂണിന് വരാറുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് സജസ്റ്റ് ചെയ്യാറുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ടൂറാണ് കാശ്മീർ ടൂറുകൾ. ഓക്കെ. ഇതിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ലാസ്റ്റ് ഇയർ നമ്മൾ ഏപ്രിൽ മെയിൽ എല്ലാ ദിവസവും ഡിപ്പാർച്ചർ വെച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഞാനും ആദ്യമായിട്ട് കാശ്മീർ പോയപ്പോഴാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ട് ആളുകൾ എന്തുകൊണ്ട് ഇവിടെ പോകുന്നില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. ഫോർച്യൂണിന്റെ പ്രത്യേകത എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരും ടൂർ പോകും. അപ്പൊ ഇതില് കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വയസ്സായ ആളുകൾക്ക് കാശ്മീർ എന്താ പറയുക സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഫോർച്യൂണിന്റെ കൂടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു 50+ ആയിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് വരുന്നത്. അപ്പൊ എല്ലാ കാറ്റഗറി ഓഫ് ഏജ് ഉള്ള ആളുകളും അവിടെ എൻജോയ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാൾ ഫോർച്യൂണിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും. കാരണം കാശ്മീർ പോകുമ്പോൾ എല്ലാവരും എന്താ പറയാ ചിന്തിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ഭാഷ. കാരണം അവിടെ കാശ്മീരി ഭാഷയാണ്, ഹിന്ദി കൂടിയല്ല. ഹിന്ദി അവർ പറയുന്നത് നമുക്ക് ഹിന്ദി അങ്ങോട്ട് പറഞ്ഞവർക്ക് മനസ്സിലാവായിരിക്കും, അവർ തിരിച്ചു പറയുന്നത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും നല്ല സമയം യാത്ര ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ ടൈമിലാണ്. ഏപ്രിൽ മെയ് ഒക്കെയാണ്. അതിൽ ഏപ്രിൽ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തുളിപ്പ് കാണാനായിട്ട് പറ്റും. ഏഷ്യയിലെ ഏറ്റവും വലിയ തുളിപ്പ് ഗാർഡൻ വരുന്നത് കാശ്മീരിലാണ്. അപ്പോൾ ആ ഒരു ടൈം ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത്തവണയും ഫോർച്യൂൺ എല്ലാ ദിവസവും ഡെയിലി ഡിപ്പാർച്ചർ ആയിട്ട് ഏപ്രിൽ മെയിൽ നമ്മൾ ഡെയിലി ഡിപ്പാർച്ചർ. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ടൂർ മാനേജർ നമ്മൾ എല്ലാ കാര്യത്തിലും കൂട്ടത്തിൽ വിടുന്നതുകൊണ്ട് തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ കാശ്മീർ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തു പോകാന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടാനൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു വിടാം അല്ലെ. സിമ്പിൾ ആയിട്ടൊരു വാക്കുകളിന് ഉത്തരം പറയാം, സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ കൂടി ഉണ്ടാവും.